ഇന്നത്തെ ദിവസം ഒരു രസമില്ല, അതുകൊണ്ട് ഇച്ചിരി ലിപ്സ്റ്റിക് ഇട്ടങ്ങ് കളറാക്കാം. സോ ഹിയർ വി ഗോ. നമ്മൾ ഇന്ന് ആദ്യം പോകാൻ പോകുന്നത് അടുക്കളയിലേക്ക്. ഉമ്മക്ക് ഇന്ന് നല്ല മൂടാണല്ലോ, രാവിലെ ആയതുകൊണ്ടാന്ന് തോന്നുന്നു. ഇവിടെ ഒരാൾ ആർക്കോ വേണ്ടി അടിച്ചു വരുന്നു, ഇവിടെ ഒരാൾ റൂം ക്ലീൻ ചെയ്യാൻ. അമ്മയൊക്കെ രാവിലെ തന്നെ മാറ്റി ഒരുങ്ങി എന്തോ വലിയ പരിപാടിയിലാണ്. ഇത് പിന്നെ ഇവിടെ എന്നെ പോലെ ജീവിക്കുന്ന വേറൊരാള്. ഒരാളവിടെ എക്സസൈസ് ചെയ്യുന്നു, ഇവിടെ ഒരാളത് വീട് തല്ലിപ്പൊളിക്കാൻ നോക്കും. അതൊക്കെ കഴിഞ്ഞ് ശക്തി കാണിക്കാൻ വേണ്ടി ഒരു പുല്ല് പറിക്കാൻ പോലും ചെക്കനെ കൊണ്ട് പറ്റണില്ല. അതിൽ ഞങ്ങൾ ആകെ കണ്ട് തളർന്നു. ഞാൻ നോക്കുമ്പോ ഇയാമ വരെ ഇവിടെ പണിയെടുക്കുന്നു. അപ്പൊ പിന്നെ ഈ 22 വയസ്സുള്ള ഞാനിവിടെ വെറുതെ നിൽക്കുന്ന മോശമല്ലേ? ആ പറച്ചില് കേട്ടാത്തൊന്നും വലുതായിട്ടും നൽകാൻ കൊണ്ട് ആകെ ഒരു ബെഡ്ഷീറ്റ് ഉള്ളു അലക്കാൻ. അതിനാണ് ഞാനൊരു പണിയെടുത്തില്ല എന്ന് ഇവിടെ വരുമ്പോ. ഞാനാണെന്ന് വീട്ടിലത്തെ മോട്ടറിന്റെ സ്വിച്ച് എന്നാ പിന്നെ അടിച്ചു വരാൻ നോക്കുമ്പോ ഇയാമ ജോലിയും തരുന്നില്ല. എന്നെ ഇവിടെ അധികം നേരം നന്നുണ്ടെങ്കിൽ ശരിയാവില്ല. മാടമ്പള്ളിയിലെ ചിറ്റരോഗി ഇവളെ വിട്ട് പോയിട്ടില്ല. നിങ്ങളെ വീട്ടിലുണ്ട് ഇതുപോലെ കരഞ്ഞോണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് സ്വിച്ചിട്ടല്ല കരച്ചു നിർത്താൻ പറ്റുന്ന ഒരു കുട്ടി? അങ്ങനെ വെറുതെ കിടന്ന് കരഞ്ഞിട്ടും നടപടിയൊന്നും എടുക്കാത്ത കൊണ്ട് ഇയാമ തെറ്റി. സംഭവം ഇവരൊക്കെ കൊണ്ട് നമ്മളെ വീട്ടിലെ സമയം പോകുന്നത് അറിയേയില്ല. ഊഞ്ഞാലാടാൻ പോവാറേ അങ്ങനെ അകത്ത് വന്ന് നോക്കുമ്പോ ഇവിടെ ഒരാൾ വല്ലാണ്ട് കഷ്ടപ്പെടും. ഒക്കെ പണിയെടുക്കാൻ പാട്ട് കിട്ടിയില്ല അത്രേ. ഒരാള് പണിയെടുക്കില്ല എന്ന് വെച്ചിട്ട് മുഖത്തൊക്കെ ഇങ്ങനൊക്കെ പറയാൻ പാടില്ല. അങ്ങനെ അവിടുന്ന് രക്ഷപ്പെട്ടപ്പോ ഇയാമയുടെ പേരും കരച്ചില്. പേടിക്കൊന്നും വേണ്ട, വേറെ ഒന്നിനും അല്ല. പാവം സോസ് കിട്ടാൻ വേണ്ടിട്ടായിരുന്നു അമ്മാരി കരച്ചിലായിരുന്നേ. പിന്നെ ഞാനും പണ്ട് ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു, ഇപ്പോഴും ഇങ്ങനെയൊക്കെ തന്നെ. ഇനിയിപ്പോ വയ്യ, കുറച്ചേരം റെസ്റ്റ് എടുക്കാം.